കാർഷിക വാർത്തകൾ നോക്കാം. രാജ്യത്തെ ഗോതമ്പ് സംഭരണത്തിൽ ഈ സീസണിൽ വൻ മുന്നേറ്റം. കേന്ദ്രത്തിന്റെ ഗോതമ്പ് സംഭരണം 3 കോടി ടൺ പിന്നിട്ട് 3.45 കോടി ടൺ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. സീസൺ ആരംഭിച്ച ശേഷം ആദ്യമായാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സംഭരണം രേഖപ്പെടുത്തുന്നത്. ഏപ്രിൽ 1 ആരംഭിച്ച ഗോതമ്പ് സംഭരണ സീസണിൽ മെയ് 12 വരെ കേന്ദ്രം 3.015 കോടി ടൺ ഗോതമ്പ് സംഭരിച്ചു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 2.917 കോടി ടൺ ആയിരുന്നു സംഭരണം. ഏകദേശം 3% വർധനവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ സംഭരണം നടന്നത്. ഇവിടെ 1.216 കോടി ടൺ ഗോതമ്പ് വാങ്ങി. കഴിഞ്ഞ വർഷത്തേക്കാൾ 3% കൂടുതലാണിത്. 2026-27 സീസണിൽ പഞ്ചാബിൽ നിന്ന് 1.22 കോടി ടൺ ഗോതമ്പ് സംഭരിക്കാനാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം. മധ്യപ്രദേശിൽ സംഭരണത്തിന്റെ നേരിയ കുറവുണ്ടായെങ്കിലും ഹരിയാനയിലെ വർദ്ധിച്ച സംഭരണം അത് പരിഹരിച്ചതായി കേന്ദ്ര ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ജൂൺ 30 വരെ സംഭരണം തുടരുമെന്നും ലക്ഷ്യം കൈവരിക്കാമെന്ന ആത്മവിശ്വാസവും കേന്ദ്രം പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് ഭക്ഷ്യ എണ്ണ ഇറക്കുമതി കുത്തനെ ഉയരുന്നു. 2025-26 എണ്ണ വർഷത്തിന്റെ ആദ്യ 6 മാസത്തിൽ ഇന്ത്യയുടെ സസ്യ എണ്ണ ഇറക്കുമതി 13% വർദ്ധിച്ച് 7.94 ദശലക്ഷം ടണ്ണിലെത്തി. 2025-26 എണ്ണ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഇന്ത്യയുടെ സസ്യ എണ്ണ ഇറക്കുമതി 13% ഉയർന്ന് 7.94 ദശലക്ഷം ടണ്ണായി. സോൾവെന്റ് എക്സ്ട്രാക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം പാം ഓയിൽ ഇറക്കുമതിയാണ് വർധനയ്ക്ക് പിന്നിലെ പ്രധാന കാരണം. കഴിഞ്ഞ വർഷത്തെ 2.74 ദശലക്ഷം ടണ്ണിൽ നിന്നും പാം ഓയിൽ ഇറക്കുമതി 3.97 ദശലക്ഷം ടണ്ണായി ഉയർന്നു. അതേസമയം സോയാബീൻ, സൂര്യകാന്തി എണ്ണകൾ ഉൾപ്പെടുന്ന സോഫ്റ്റ് ഓയിൽ ഇറക്കുമതി കുറഞ്ഞു. നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള ഇറക്കുമതിയുടെ മൂല്യം 87,000 കോടി രൂപയായി. രൂപയുടെ മൂല്യത്തകർച്ചയും ആഗോള വിലക്കയറ്റവും ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിച്ചതായും SEA വ്യക്തമാക്കി. ഇന്ത്യയുടെ മൊത്തം സസ്യ എണ്ണ സ്റ്റോക്കും ഈ വർഷം ഗണ്യമായി ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തിരുവമ്പാടിയിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ വ്യാപനം ആശങ്കയാകുന്നു. ടൗണിലും സമീപ പ്രദേശങ്ങളിലുമായി വൻതോതിൽ ഒച്ചുകൾ പ്രത്യക്ഷപ്പെട്ടതോടെ കൃഷിക്കും ആരോഗ്യത്തിനും ഭീഷണിയെന്നാണ് മുന്നറിയിപ്പ്. തിരുവമ്പാടി KSRTC ഗ്യാരേജ് പരിസരം, പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തെ വിജന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യം കൂടുതലായി കണ്ടെത്തിയത്. വേനൽ മഴ ലഭിച്ചതോടെ മണ്ണിനടിയിൽ കഴിയുന്ന ഒച്ചുകൾ പുറത്തേക്കെത്തുന്നതാണ് ഈ വർധനവിന് കാരണമെന്ന് കൃഷിവകുപ്പ് വ്യക്തമാക്കുന്നു. വാഴ, ഇഞ്ചി, മഞ്ഞൾ, ചേമ്പ്, ക്യാബേജ് ഉൾപ്പെടെയുള്ള കാർഷിക വിളകളുടെ ഇലകൾ കൂട്ടത്തോടെ തിന്നു നശിപ്പിക്കുന്നതിനാൽ കർഷകർ ആശങ്കയിലാണ്. ഒച്ചുകളുടെ സ്രവം ചിലരിൽ അലർജിക്ക് കാരണമാകാൻ സാധ്യതയുള്ളതിനാൽ കൈകാര്യം ചെയ്യുമ്പോൾ കയ്യുറ ധരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. രാസകീടനാശിനികൾക്ക് പുറമെ ജൈവരീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. പുകയില മിശ്രിതം, തുരിശിലായനി എന്നിവ ഉപയോഗിച്ച് നിയന്ത്രണം സാധ്യമാണെന്നും ഉപ്പും വിനെഗറും ചേർത്ത് തളിച്ച് ഒച്ചുകളെ നശിപ്പിക്കാൻ കഴിഞ്ഞതായി ചില കർഷകർ പറയുന്നുണ്ട്. സ്ഥിതി ഗുരുതരമായ സാഹചര്യത്തിൽ പഞ്ചായത്ത് നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പ് മേധാവികളുടെയും അടിയന്തര യോഗം ചേർന്നു. കൃഷിക്കും ആരോഗ്യത്തിനും ഭീഷണിയാകുന്ന ആഫ്രിക്കൻ ഒച്ചുകളെ നിയന്ത്രിക്കാൻ വ്യാപക പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.